ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വീഗനിസം. ഇറച്ചി, മീൻ, പാല്, മുട്ട, തേന്, ഇങ്ങനെയുള്ള അനിമൽ പ്രൊഡക്ട്സുകൾ, ജീവികളിൽ നിന്ന് എടുക്കുന്ന ഇപ്പോൾ തേനാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ആ ജീവികളെ ചൂഷണം ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ് അവർ പറയുന്നത്. ശരിയാണ്. ഇപ്പം ഞാൻ എൻ്റെ പുറകിൽ പശുവുണ്ട്. ഈ പശുവിന് മൂക്ക് കയറിയിട്ട് നമ്മൾ തൊഴുത്തിൽ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. അതിൻ്റെ പാല് നമ്മൾ കറന്നെടുക്കും, അതിന് ചാണകം നമ്മൾ ഉപയോഗിക്കും. ക്രൂരതയല്ലേ? ഒരു മനുഷ്യ സ്ത്രീ അതുപോലെ കെട്ടിയിട്ട് നിങ്ങളത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ നമ്മൾ ബീഫ് ഇറച്ചി കഴിക്കാറുണ്ട്, അതിന് കഴുത്തറുത്ത് കൊല്ലുന്നു, ആടിനെ കഴിക്കുന്നു. മീനുകളെ ആണെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തിട്ട് കരയിലേക്കിട്ട് അത് പെടഞ്ഞ് ശ്വാസം മുട്ടിയിട്ടാണ് മീനുകൾ ചാവുന്നത്. കോഴികളെ കൊന്നു തിന്നുന്നു. പിന്നെ ഈ കൊല്ലാൻ കൊണ്ടുവരുന്ന മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതകളാണെങ്കിൽ ഒട്ടനവധി ക്രൂരതകൾ. പന്നി ഫാമിലാണ് നടക്കുന്ന ഒരുപാട് ക്രൂരതകൾ. അനിമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് വീഗനായി മാറും. നമ്മളൊക്കെ ശവന്തീനികളാണെന്നാണ് അവരുടെ വാദം. നമ്മൾ ചെയ്യുന്നത് ക്രൂരതയാണോ എന്ന് ചോദിച്ചാൽ 100% ഇതിൽ വന്യതയല്ലാത്തതായിട്ടൊന്നുമില്ല, അല്ലേ? ഇതേ വന്യത തന്നെയാണ് സിംഹങ്ങളും കാണിക്കുന്നത്. ഈ ചരിത്രബോധം മനുഷ്യന് കുറച്ച് വേണം. അതായത് ഒരു 10,000 വർഷമായിട്ടുള്ള മനുഷ്യൻ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളും വേട്ടയാടി നടന്ന ജീവികളാണ് കാട്ടിൽ. ലക്ഷക്കണക്കിന് വർഷം നമ്മൾ വേട്ടയാടി സ്വന്തം ഇനത്തിനെ തന്നെ കൊന്നു തിന്നുന്ന തരത്തിലുണ്ടായിരുന്ന ജീവികളായിരുന്നു. നമ്മളൊക്കെ ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പിന്നെ ഈ വീഗന്മാരോടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്നത് പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾ അനിമൽ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ നല്ല കാര്യം. കാരണം നിങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല. സസ്യങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് വേദന എടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. അത് ശരിയാണ്. സസ്യങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ കോംപ്ലക്സ് ബ്രെയിനോ അല്ലെങ്കിൽ വേദനിക്കാനുള്ള പരിപാടികളൊന്നുമില്ല, സമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള പ്യുവർ വെജ് ടീമുകളാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഈ പച്ചക്കറികൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? നിങ്ങൾ ഒരു സ്ഥലത്ത് വേലി കെട്ടി വളച്ചെടുത്ത് അവിടെയുള്ള സസ്യങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടത് എന്താണോ എന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സസ്യങ്ങളെ മാത്രം വളർത്തി ബാക്കിയുള്ളതിനൊക്കെ വെട്ടി നശിപ്പിച്ച് നിങ്ങൾ കൃഷി ചെയ്യും. പച്ചക്കറികളും പഴങ്ങളൊക്കെ നിങ്ങളവിടെ വയ്ക്കും, ധാന്യങ്ങളൊക്കെ നിങ്ങളവിടെ വളർത്തും. എന്നിട്ട് അത് തിന്നാൻ വരുന്ന വേറെ കുറേ ജീവികളുണ്ട്. ചെറിയ ചെറിയ ഈച്ചകൾ, പുഴുക്കൾ, കിളികൾ, എലികൾ, പ്രാണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് 100 കണക്കിന് ജീവികളുണ്ട്, 1000 ജീവികളുണ്ട്. ഈ ജീവികൾ വന്ന് അത് തിന്നാൻ വരുമ്പോൾ അവർക്കും കൂടിയുള്ളത് അവകാശപ്പെട്ടതാണെന്ന് ആലോചിക്കണം. അതിനെ നിങ്ങൾ വിഷം അടിച്ച് കൊന്നു, അതിനെ മുഴുവൻ നിങ്ങൾ വിഷം അടിച്ച് എല്ലാത്തിനെയും കൊല്ലും. അങ്ങനെ കൊന്നിട്ട് അത്രയും ജീവികളെ കൊന്നിട്ടാണ് നിങ്ങൾ ആ പച്ചക്കറികളും പഴങ്ങളും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതാണ് ഏറ്റവും വലിയ ക്രൂരത എന്ന്. ശരിക്കും പറഞ്ഞാൽ വീഗന്മാർ എല്ലാവർക്കും മാതൃക ആദ്യം കാണിച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുക, പച്ചക്കറികൾ കൃഷി ചെയ്യുക, ഈ ധാന്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു മരുന്ന് വിഷം പോലും അടിക്കാണ്ട് നിങ്ങൾ കൃഷി ചെയ്ത് കാണിക്കുക. ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ വിഷം അതൊന്നും അടിച്ചില്ലെങ്കിൽ, വേലി കെട്ടാതെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവൻ തിന്നാൻ മറ്റ് ജീവികൾ വരും. നിങ്ങൾ പട്ടിണി കിടന്ന് ചാവും. ഫ്യൂച്ചറിൽ മനുഷ്യർ, ഇപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ ലാബിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇറച്ചിയൊക്കെ, അതുപോലെ പാലും തേനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോൾ നമ്മളൊക്കെ അതിലോട്ട് മാറിക്കോളാം. പ്രകൃതിയിൽ ഒറ്റ റൂളേ ഉള്ളൂ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മളെക്കാളും ബുദ്ധിയും ആരോഗ്യമുള്ള ഒരു ജീവി നമ്മുടെ കൂടെ തന്നെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ 800 കോടി ജനങ്ങളായിട്ട് ഇതേപോലെ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലായിരിക്കും, നമ്മുടെ ഇറച്ചി ചിലപ്പോൾ അവർ ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ പ്രകൃതിയിൽ. മനുഷ്യൻ സ്മാർട്ടായിരിക്കുന്നത് അവന് ബുദ്ധിയുള്ളതുകൊണ്ടാണ്, അവൻ മറ്റ് ജീവികളെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഈ പട്ടിയെ, പശുവിനെ, ഈ പറയുന്ന ജീവികളൊക്കെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അവർക്കും ഗുണമായി നമുക്കും ഗുണമായി. മനസ്സിലായില്ലേ? ദ്രോഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ദ്രോഹിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നിങ്ങളും ദ്രോഹം ചെയ്യുന്നുണ്ട്. ഈ ചെറിയ ജീവികൾക്കും വേദനയുണ്ട്, അവരും പെടഞ്ഞാണ് മരിക്കുന്നത്. എലികളൊക്കെ പെടഞ്ഞ് മരിക്കുന്നുണ്ട്, പൂമ്പാറ്റകൾ, പുഴുക്കൾ, ഇവർക്കൊക്കെ വേദനയുണ്ട്. നിങ്ങൾ സസ്യങ്ങളുടെ കാര്യം വിട്, ബാക്കിയുള്ള ജീവികൾക്കും വേദനയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല.